നമസ്കാരം. പുകഞ്ഞുകൊള്ളിയായി എ പത്മകുമാർ CPM-ന് പുറത്തേക്ക് ഉറപ്പിച്ചു കഴിഞ്ഞു. ആത്മകഥയിൽ ചില പൊള്ളുന്ന സത്യങ്ങൾ ഉണ്ടാകുമെന്ന് പത്മകുമാർ പറയുന്നത് നടപടി ഒഴിവാക്കാനുള്ള സമ്മർദ്ദ തന്ത്രമോ? ശബരിമലയിലെ വിവാദ സ്ത്രീ പ്രവേശന ദിവസം പത്മകുമാറിനെ ബോധപൂർവം തലസ്ഥാനത്തേക്ക് വിളിപ്പിച്ചോ? വിളിപ്പിച്ചത് ആരെന്ന ഉത്തരം ആത്മകഥയിലുണ്ടാകുമോ? ടോപ് 10 കാണാം സമഗ്രമായി. ആദ്യം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. നിപ്പയിൽ ആശ്വാസം, പുതിയ കേസുകളില്ല. സമ്പർക്ക പട്ടികയിലുള്ള 11 പേരുടെ പരിശോധനാ ഫലവും നെഗറ്റീവ്. വെന്റിലേറ്ററിൽ തുടരുന്ന രോഗബാധിതന് ബഹ്റൈനിൽ നിന്നെത്തിച്ച മരുന്നിന്റെ ആദ്യ ഡോസ് നൽകി. തുരപ്പൻ പണി കാണിച്ചതുകൊണ്ടാണ് DHS-നെ മാറ്റിയതെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അത് അതിന്റെ ഭാഗമാണ് DHS-നെ മാറ്റിയത്. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച വേണ്ട. മന്ത്രിയും വകുപ്പും തമ്മിൽ ഏകോപനമില്ലെന്ന് പ്രതിപക്ഷം. നിഷേധിച്ച ആരോഗ്യമന്ത്രി. നിപ സ്ഥിരീകരിച്ചതോടെ വയനാട് അതിർത്തിയിൽ പരിശോധന കർശനമാക്കി തമിഴ്നാട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെതിരെ കടുത്ത അച്ചടക്ക നടപടിക്ക് CPM. നിർണായക ജില്ലാ കമ്മിറ്റി യോഗം നാളെ. ശബരിമല യുവതീ പ്രവേശന സമയത്തും സ്വർണ്ണക്കൊള്ളക്കേസിലും താൻ ചതിക്കപ്പെട്ടുവെന്ന പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ ചർച്ചയാകുന്നു. ആത്മകഥയിൽ ചില ഉന്നതരുടെ പേരുകളെന്ന സൂചനകൾ തള്ളി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സ്വർണ്ണക്കൊള്ളയിൽ SIT സംഘം സന്നിധാനത്ത് വീണ്ടും പരിശോധന നടത്തി. സ്ത്രീകൾക്കായുള്ള KSRTC-യുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നാളെ മുതൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് CPM MLA-മാർ വിട്ടുനിൽക്കും. സൗജന്യ യാത്ര ഓർഡിനറി ബസ്സിൽ മാത്രമാക്കിയത് ആളപ്പറ്റിക്കലെന്ന് CPM. RSS പരിപാടിയിൽ പങ്കെടുത്ത VC-മാർ കേരളത്തോട് മാപ്പ് പറയണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിന് നിരക്കാത്ത പ്രവൃത്തിയെന്നും ഫേസ്ബുക്ക് പോസ്റ്റ്. RSS പരിപാടിയിൽ പങ്കെടുത്തവർ മാപ്പ് പറയണമെങ്കിൽ ആദ്യം അങ്ങ് തുടങ്ങണമെന്ന് K സുരേന്ദ്രന്റെ കമന്റ്. സർക്കാർ സംഘപരിവാറിന് കീഴടങ്ങുന്നുവെന്ന് പിണറായി വിജയൻ. നിയമ നടപടിയെടുക്കാൻ വെല്ലുവിളിച്ച് V മുരളീധരൻ. ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉജ്ജ്വല സ്വീകരണം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തി. സാങ്കേതിക വിദ്യയുടെ ഉപഭോക്താവെന്നതിൽ നിന്ന് ആഗോള പ്രതിസന്ധികൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയെന്ന് ഭാരത് ഇന്നവേറ്റ് സ്റ്റാർട്ടപ്പ് മേളയിൽ മോദി. AI രംഗത്ത് ലോകത്തെ നയിക്കാനുള്ള ശേഷി ഇന്ത്യക്കുണ്ടെന്ന് ഇമാനുവൽ മാക്രോൺ. एक ऐसा भारत जो सॉल्यूशंस का कंज्यूमर नहीं, सॉल्यूशंस का कंट्रीब्यूटर बनकर के उभरा है. And India will have a major role in the airspace global summit that will take place in September 2026 in Paris. ഒമാൻ തീരത്ത് മുങ്ങിത്താഴാൻ തുടങ്ങിയ കപ്പലിൽ നിന്ന് 14 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയ US നാവികസേന. ഇന്ത്യൻ പതാക വഹിച്ച വിരാട് 1 ചരക്ക് കപ്പൽ മുങ്ങാൻ കാരണം എഞ്ചിൻ തകരാറെന്ന് റിപ്പോർട്ട്. രക്ഷപ്പെടുത്തിയവരെ മുംബൈയിലേക്ക് കൊണ്ടുവരുന്നു. ലബനനിലെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇറാൻ. സമാധാന ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്ന് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ്. ഇറാൻ പ്രതിഷേധം അറിയിച്ചത് അമേരിക്കയുമായുള്ള സമാധാന കരാർ ഒപ്പിടാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ. കരാറിൽ അന്തിമ ചർച്ചകൾക്കായി ഖത്തറിലെ മധ്യസ്ഥർ ടെഹ്റാനിൽ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് സൂപ്പർ സൺഡേ. വമ്പന്മാർ കളത്തിലേക്ക്. ജർമ്മനി ക്യുറസോവ മത്സരം അല്പസമയത്തിനകം. പുലർച്ചെ 1:30 നെതർലൻഡ്സ് ജപ്പാൻ പോരാട്ടം. വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് 171 റൺസ് വിജയലക്ഷ്യം. മറുപടി ബാറ്റിംഗിൽ പാകിസ്ഥാൻ പതറുന്നു. നീറ്റ് UG പുനഃപരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് പ്രസിദ്ധീകരിച്ചു. ഡൗൺലോഡ് ആകുന്നില്ലെന്ന പരാതിയുമായി വിദ്യാർത്ഥികൾ. പരീക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ നാളെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഉന്നതതല യോഗം. സ്റ്റോറി ഓഫ് ദി ഡേ. വിശ്രമകാലം വർണ്ണവിസ്മയത്തിന്.
നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന രാമനാട്ടുകര സ്വദേശിയായ 43-കാരന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. പുതിയ നിപ കേസുകളില്ലെന്നും മരുന്നിന് ക്ഷാമം നേരിടുന്നില്ലെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പ്രതിപക്ഷ ആരോപണങ്ങൾ ശക്തമായതോടെയാണ് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. അതേസമയം വയനാടിന്റെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ തമിഴ്നാട് ആരോഗ്യവകുപ്പ് പരിശോധനയും കർശനമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ നിപ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രതിപക്ഷം രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് വിശദീകരണവുമായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ രംഗത്തെത്തിയത്. രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് മുതൽ റീബാവറിൻ മരുന്നും ജൂൺ 12-ന് മോണോക്ലോണൽ ആന്റിബോഡിയുടെ ആദ്യ ഡോസും നൽകിയിട്ടുണ്ടെന്നാണ് വിശദീകരണം. ഇന്ത്യയിൽ സ്റ്റോക്കില്ലാതിരുന്ന മെഡിസിൻ ബഹ്റൈനിൽ നിന്ന് എത്തിച്ചിട്ടുണ്ട്. രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുകയാണെന്നും പുതിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു. നിപ അവലോകന യോഗത്തിന് ശേഷമായിരുന്നു പ്രതികരണം. പിന്നെ നിലവിൽ പുതിയ കേസുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. സമ്പർക്ക പട്ടികയിലെ ലക്ഷണം ഉണ്ടായിരുന്ന 11 പേരെ പരിശോധിച്ചു. ഇന്ന് അതിൻ്റെ റിസൾട്ടൊക്കെ നെഗറ്റീവാണ്. ഇതുവരെ മൊത്തം 30 ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ 29 നെഗറ്റീവാണ്. പേഷ്യൻറ്റിൻ്റെ മാത്രമേ പോസിറ്റീവുള്ളൂ. ഞാൻ ടോട്ടൽ പരിശോധിച്ച സമ്പർക്ക പട്ടികയിലുള്ള രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. നിലവിൽ 100 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ഇതിൽ 4 പേർ ഹൈറിസ്ക് വിഭാഗത്തിലും 82 പേർ ലോ റിസ്ക് വിഭാഗത്തിലുമാണ്. സമ്പർക്ക പട്ടികയിൽ 44 ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടുന്നുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5-ാം ഡിവിഷനിൽ 320 വീടുകളിലായി 1047 പേരെ സർവേ നടത്തിയതിൽ ആർക്കും നിലവിൽ നിപ ലക്ഷണങ്ങളില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം നിപ പ്രതിരോധത്തിൽ ആരോഗ്യവകുപ്പിനെതിരെ ആഞ്ഞടിക്കുകയാണ് പ്രതിപക്ഷം. നിപ വൈറസിൻ്റെ വ്യാപനം തടയാനുള്ള ഏകോപനം ആ രീതിയിലുണ്ടാകുന്നില്ല. അപ്പോൾ ഏകോപനമില്ലായ്മ ഇപ്പോഴും തുടരുന്ന അവസ്ഥയാണുള്ളത്. കോഴിക്കോട് നിപ സ്ഥിരീകരിച്ചതോടെ വയനാടിന്റെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ തമിഴ്നാട് ആരോഗ്യവകുപ്പ് പരിശോധനയും കർശനമാക്കിയിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് ജനുവരി മുതൽ ഇതുവരെ ആകെ 135 ഷിഗല്ല കേസുകൾ സ്ഥിരീകരിച്ചതായി മന്ത്രി അറിയിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. ആരോഗ്യവകുപ്പിലെ വീഴ്ചകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ കടുത്ത ഭാഷയിൽ പ്രതികരിച്ച് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യവകുപ്പ് ഡയറക്ടറായിരുന്ന ഡോക്ടർ റീന നിപ പരിശോധന ഫലം വന്നതറിഞ്ഞിട്ടും അത് മുൻകൂട്ടി അറിയിച്ചില്ലെന്നും അവർ സർക്കാരുമായി പൂർണ്ണമായും സഹകരിച്ചില്ലെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. വകുപ്പിൽ ചിലർ തുരപ്പൻ പണി കാണിക്കുന്നുണ്ട്. ഇത്തരത്തിൽ തുരപ്പൻ പണി കാണിച്ചതുകൊണ്ടാണ് DHS ഡോക്ടർ റീനയെ മാറ്റിയതെന്നും ഇത്തരം ആളുകളെ ഇനിയും മാറ്റുമെന്നും ഇത് സർക്കാരിന്റെ വിവേചനാധികാരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 1 മണിക്ക് റിസൾട്ട് വന്നുവെന്നും അത് അന്നത്തെ DHS അറിഞ്ഞിരുന്നുവെന്നും എന്നോടൊപ്പം അന്ന് പങ്കെടുത്ത DHS ഈ വിവരം എന്നെ അറിയിച്ചിട്ടില്ല. അപ്പോൾ അവധി മാത്രമല്ല, അവധിയുടെ കേസല്ല, അവധി ഞങ്ങൾ പരിഗണിച്ചിട്ടേ ഇല്ല. അതൊരു തെറ്റായിട്ടുള്ള രീതിയിൽ വന്നപ്പോൾ ഞങ്ങൾ തിരുത്തി. അവധി ആർക്കും അപേക്ഷിക്കാം, അസുഖം വരുമല്ലോ. പക്ഷേ ഇങ്ങനെയുള്ള വിവരങ്ങൾ മറച്ചു വയ്ക്കുകയും ഇതേ DHS ആണ് എന്നെ 6 മണിക്ക് വിളിച്ച് പറയുന്നത്, 6:30 മണിക്ക് വിളിച്ച് പറയുന്നത് റിസൾട്ട് വന്നു പോസിറ്റീവായി. അപ്പോൾ 1 or 2 ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ച് മന്ത്രിയും ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സുഖത്തിലല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആരോഗ്യ വകുപ്പിനെ കുറിച്ച് ഞാൻ അഭിമാനത്തോടെ പറയുന്നു. ഈ രോഗം പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഇവർ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. നിപയ്ക്കെതിരെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് PM മുഹമ്മദ് റിയാസ് MLA ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് റിയാസ് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിച്ചത്. ആശങ്കകളും ആവശ്യങ്ങളും ആരോഗ്യമന്ത്രിയെ അറിയിച്ചുവെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. പകർച്ചവ്യാധി ആശങ്കയിലാണ് കേരളം. ഇന്നലെ ഡെങ്കിപ്പനി ബാധിച്ചത് 85 പേർക്കാണ്. 2 ദിവസത്തിനിടെ 48 പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. ഈ മാസം മാത്രം എലിപ്പനി റിപ്പോർട്ട് ചെയ്തത് 107 പേർക്കാണ്.
മഴ ശക്തമായതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് പകർച്ചവ്യാധികളും പടരുന്നത്. വൈറൽ പനി ബാധിച്ച് ആയിരങ്ങളാണ് ആശുപത്രികളിൽ ചികിത്സ തേടുന്നത്. ഇതിനിടെയാണ് പനികളിൽ ഗുരുതരമായ ഡെങ്കിപ്പനിയും എലിപ്പനിയും മഞ്ഞപ്പിത്തവും ബാധിക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നത്. ഇന്നലെ 85 പേർക്കാണ് സംസ്ഥാനത്ത് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. ഈ മാസം 758 പേർക്ക് പനി ബാധിച്ചപ്പോൾ 3 പേർ ഡെങ്കിപ്പനി ബാധിച്ച് മരിക്കുകയും ചെയ്തു. 8 പേർക്ക് ഇന്നലെ എലിപ്പനി റിപ്പോർട്ട് ചെയ്തപ്പോൾ 107 പേർക്ക് ഈ മാസം ഇതുവരെ രോഗം സ്ഥിരീകരിക്കുകയും 2 പേരുടെ മരണത്തിനും കാരണമായിട്ടുണ്ട്. മലിനജലത്തിലൂടെയുള്ള മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണവും നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. 2 ദിവസത്തിനിടെ 48 പേർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. ഈ മാസം 15-നകം 313 പേർ മഞ്ഞപ്പിത്ത ബാധിതരാവുകയും 2 പേർ മരിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെ കോളറയുടെ ലക്ഷണങ്ങൾ പാലക്കാട് ജില്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തുവെങ്കിലും ആരോഗ്യവകുപ്പ് ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല. ഷിഗല്ലയുടെയും നിപ്പയുടെയും കേസുകൾ വർദ്ധിക്കുന്നതിനിടെ മറ്റ് പകർച്ചവ്യാധികൾ തടയാനും ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജാഗരൂകരാകണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് എന്ന രോഗം ബാധിച്ചവർക്ക് സർക്കാർ മെഡിക്കൽ കോളേജ് വഴി സൗജന്യമായി നൽകി വന്നിരുന്ന ഇഞ്ചക്ഷൻ മാസങ്ങളായി നിലച്ചെന്ന് പരാതി. ഇതുമൂലം മാസം വലിയൊരു സംഖ്യ മരുന്നിനായി കണ്ടെത്താൻ വേണ്ടി നട്ടം തിരിയുകയാണ് പല രോഗികളും. തൃശൂർ അരിമ്പൂർ സ്വദേശി ജെയ്സനും മരുന്ന് ലഭിക്കാതെ വന്നതോടെ ദുരിതത്തിലായിരിക്കുകയാണ്. പഞ്ചായത്ത് നൽകിയ ഫോട്ടോ കോപ്പി മെഷീൻ ഉപയോഗിച്ച വീട്ടിലിരുന്ന് ഉപജീവനമാർഗം കണ്ടെത്തുന്ന വ്യക്തിയാണ് ജെയ്സൺ. യുവാക്കളെ ഗുരുതരമായി ബാധിക്കുന്ന അപൂർവ വാതരോഗമായ ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് രോഗബാധിതനുമാണ് ജെയ്സൺ. 2013 മുതൽ ജെയ്സന് ബയോളജിക്കൽ ഇഞ്ചക്ഷൻ നൽകുന്നുണ്ട്. 2021 മുതൽ സർക്കാർ പദ്ധതിയിലൂടെ മെഡിക്കൽ കോളേജ് വഴി ഇഞ്ചക്ഷൻ സൗജന്യമായി ലഭിച്ചിരുന്നു. എന്നാൽ 3 മാസത്തിലധികമായി തൃശൂർ മെഡിക്കൽ കോളേജിൽ മരുന്ന് സ്റ്റോക്കില്ലാത്തതിനാൽ ബുദ്ധിമുട്ടിലാണെന്ന് ജെയ്സൺ പറയുന്നു. 2013 തൊട്ട് ഞാൻ ഒരു ബയോളജിക്കൽ ഇഞ്ചക്ഷൻ ഉണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. 2021 തൊട്ട് നമുക്ക് സർക്കാരിന്റെ പദ്ധതി വഴി KSSM നമുക്ക് ഇഞ്ചക്ഷൻ വിതരണം ചെയ്തിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ വഴി. 3-4 മാസമായിട്ട് തീരെ വിതരണം ഇല്ലേ മെഡിക്കൽ കോളേജിൽ നിന്ന്. ഈ അസുഖമുള്ളവർക്ക് ഇങ്ങനെ ഒരു മരുന്ന് വിതരണം നിലവിൽ നിലച്ചൊരവസ്ഥയാണ്. ഇന്ത്യയിൽ 1,00,007 പേർക്കാണ് ഈ രോഗമുള്ളതെന്നാണ് കണക്ക്. നട്ടെല്ലിനും ഇടുപ്പെല്ലിനും ബാധിക്കുന്ന ഈ രോഗം മൂലം ദീർഘനേരം ഇരിക്കാനും നിൽക്കാനും കഴിയാത്ത അവസ്ഥയുമാണ്. ക്രമേണ ചലനശേഷി ഇല്ലാതായി വരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും. ജെയ്സണ് 1 മാസത്തേക്കുള്ള മരുന്ന് കുറഞ്ഞ ഡോസ് പുറമേ നിന്ന് വാങ്ങണമെങ്കിൽ 25,000 രൂപയോളം കണ്ടെത്തണം. തന്നെ പോലുള്ള രോഗികൾ ഇതുമൂലം കഷ്ടത അനുഭവിക്കുകയാണെന്നും ജെയ്സൺ പറയുന്നു. ഒരുപാട് സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു അസുഖമാണ് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചക്ഷൻ തന്നെ ഒരു മാസം ഒരു 25 രൂപയുടെ അടുത്ത് നമുക്ക് മാസത്തിന് തന്നെ കാണേണ്ടി വരും. ഒരു കോഴ്സ് 12 എണ്ണാണ് വേണ്ടത്. ജെയ്സന്റെ വിവരമറിഞ്ഞ കാണാനെത്തിയ MLA C രവീന്ദ്രനാഥിന് നിവേദനം നൽകിയിട്ടുണ്ട്. ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് രോഗബാധിതരുടെ സംഘടനയും ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നിവേദനം അയച്ച് കാത്തിരിക്കുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ ആത്മകഥ എഴുതുകയാണ്. ആത്മകഥ വായിച്ചാൽ കേരളം ഞെട്ടുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ശബരിമല യുവതീ പ്രവേശന സമയത്തും സ്വർണ്ണക്കൊള്ളക്കേസിലും താൻ ചതിക്കപ്പെടുകയായിരുന്നുവെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ. തനിക്കെതിരെയുള്ള നീക്കങ്ങൾക്ക് പിന്നിലെ ഉന്നത നേതാക്കളുടെ പേരുകൾ ഉൾപ്പെടുത്തി പത്മകുമാർ ആത്മകഥ എഴുതുന്നതായാണ് വിവരം. നാളെ ചേരുന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പത്മകുമാറിനെതിരെയുള്ള അച്ചടക്ക നടപടി ചർച്ച ചെയ്യാനിരിക്കെയാണ് ഈ നിർണായക നീക്കം. ഇടതു സർക്കാർ ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് രഹസ്യ നീക്കം നടത്തിയ ദിവസം തന്നെയും ADGP S ശ്രീജിത്തിനെയും ബോധപൂർവം സന്നിധാനത്ത് നിന്ന് മാറ്റിയെന്നാണ് പത്മകുമാറിന്റെ പ്രധാന വെളിപ്പെടുത്തൽ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും DGP ഓഫീസിൽ നിന്നും പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് എത്താൻ നിർദ്ദേശം നൽകി തങ്ങളെ വിളിപ്പിക്കുകയായിരുന്നു. പുലർച്ചെ തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ഓഫീസിലെത്തി TV ഓൺ ചെയ്തപ്പോഴാണ് യുവതികൾ മലകയറിയ വിവരം താൻ അറിയുന്നത്. ഇതിനു പിന്നിൽ ചില ഉന്നതരുടെ കരങ്ങളുണ്ടെന്നും ഇക്കാര്യങ്ങളെല്ലാം തന്റെ ആത്മകഥയിൽ ഉണ്ടാകുമെന്നും പത്മകുമാർ അടുത്ത സുഹൃത്തുക്കളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. വിവാദമായ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലും താൻ നിരപരാധിയാണെന്നാണ് പത്മകുമാർ അവകാശപ്പെടുന്നത്. കേസിലെ രജിസ്റ്ററിൽ ചെമ്പുപാളി എന്ന് എഴുതി ചേർത്തത് മറ്റാരോ ആണ്. അതിൽ ഒപ്പിടാൻ താൻ നിർബന്ധിതനാവുകയായിരുന്നു. ഈ കൈപ്പടയെക്കുറിച്ച് കൂടുതൽ ശാസ്ത്രീയ പരിശോധന നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പാർട്ടിയിൽ നിന്ന് കടുത്ത അച്ചടക്ക നടപടി ഒഴിവാക്കാനുള്ള പത്മകുമാറിന്റെ സമ്മർദ്ദ തന്ത്രമായാണ് ആത്മകഥാ പ്രഖ്യാപനമെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു. പലതും പുറത്തു വന്നാൽ ഉന്നതർ കുടുങ്ങുമെന്ന ഭയത്താൽ പ്രശ്നം ഒതുക്കി തീർക്കാനും ചില കോണുകളിൽ നിന്ന് ശ്രമമുണ്ട്. നിലവിൽ CPM ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാറിനെതിരെ തിങ്കളാഴ്ച ചേരുന്ന ജില്ലാ കമ്മിറ്റിയിൽ തീരുമാനമുണ്ടാകുമെങ്കിലും വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുക പാർട്ടി സംസ്ഥാന കമ്മിറ്റിയായിരിക്കും. അമൃത ന്യൂസ്, പത്തനംതിട്ട.
സൂചിപ്പിച്ച പോലെ കടുത്ത നടപടിയെങ്കിൽ ചിലത് വെളിപ്പെടുത്തുമെന്ന മുന്നറിയിപ്പാണ് പത്മകുമാർ CPM-ന് നൽകുന്നത്. ആത്മകഥ സമ്മർദ്ദതന്ത്രത്തിന്റെ ഭാഗമോ അതോ ആത്മകഥയിൽ പറയുന്നത് സത്യമാണോ എന്നൊക്കെയാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ശബരിമല യുവതീ പ്രവേശന സമയത്ത് പത്മകുമാറിനെ ശബരിമലയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് മാറ്റി നിർത്തി എന്നത് ശരിയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അത്തരമൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആത്മകഥ എഴുതട്ടെ, പക്ഷേ പാർട്ടി സ്വീകരിക്കുന്ന നിലപാടിൽ മാറ്റമില്ലെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. ഇന്നത്തെ കാലത്ത് ആത്മകഥ എഴുതുന്ന ഒരു പുതുമയുള്ള കാര്യമില്ലല്ലോ. പലരും ആത്മകഥ എഴുതുന്നുണ്ടല്ലോ, അത് എഴുതട്ടെ. പക്ഷേ ഞങ്ങളെ പാർട്ടിയുടെ കാര്യമെന്ന് പറയുന്നത് പാർട്ടി ആലോചിക്കേണ്ട കാര്യങ്ങൾ പാർട്ടി ആലോചിക്കും. ആ ആലോചനയുടെ ഭാഗമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ തീരുമാനമായിട്ട് വരികയും ചെയ്യും. അതിനിതൊന്നും ബാധകമായിട്ട് വരുന്ന കാര്യമല്ല. പത്മകുമാറിന് മറുപടി പറയേണ്ട കാര്യമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടി നടപടി നേരിടുന്ന ആളാണ് പത്മകുമാറെന്നും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സംഘടനാ നടപടി കൈക്കൊള്ളുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അക്കാര്യങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട യാതൊരു ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. പത്മകുമാർ എന്താണോ പറയുന്നത് അതിനെ സംബന്ധിച്ചിടത്തോളം വിശദീകരണം അദ്ദേഹത്തോട് തന്നെ ചോദിക്കുക. ഞങ്ങൾക്ക് അതിൻ്റെ അകത്തൊന്നും പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയേണ്ടില്ല. പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്ന ഘട്ടത്തിൽ എല്ലാ ചുമതലകളിൽ നിന്നും എല്ലാ പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പാർട്ടി പ്രവർത്തനത്തിലില്ല. സംഘടനാപരമായ നടപടി സ്വീകരിക്കേണ്ടത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയാണ്. ജില്ലാ കമ്മിറ്റി ആവശ്യമായ സംഘടനാ നടപടി സ്വീകരിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പരിശോധന നടത്തിയ SIT മിഥുനമാസ പൂജകൾക്കായി നട തുറന്ന ശേഷമാണ് സംഘം പരിശോധന തുടങ്ങിയത്. ശ്രീകോവിലിന് മുമ്പിലെ പ്രഭാമണ്ഡലവും കട്ടിളപ്പാളിയുടെ താഴത്തെ ഭാഗവുമാണ് പരിശോധിച്ചത്. എന്നാൽ സാമ്പിൾ ശേഖരണം നടത്തിയില്ല. പ്രഭാമണ്ഡലത്തിലെ സ്വർണവും ദ്വാരപാലക ശില്പങ്ങളോടൊപ്പം വേർതിരിച്ചെടുത്തെന്നാണ് SIT-യുടെ കണ്ടെത്തൽ. കട്ടിളപ്പാളികളിൽ ഘടിപ്പിച്ച ദശാവതാരങ്ങൾ ആലേഖനം ചെയ്ത 2 പാളികൾ, രാശിചിഹ്നം ആലേഖനം ചെയ്ത 2 പാളികൾ, കട്ടിളപ്പടിക്ക് മുകളിലെ പ്രഭാമണ്ഡല പാളികൾ എന്നിവയടക്കം 7 പാളികളിൽ നിന്നാണ് സ്വർണം കവർന്നത്. ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതി വാങ്ങിയാണ് പരിശോധനകൾ നടക്കുന്നത്. പരിശോധന പൂർത്തിയായാൽ കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും. KSRTC-യിലെ സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനിക്ക് നാളെ തുടക്കമാകും. രാവിലെ 8:30 തിരുവനന്തപുരം തമ്പാനൂരിൽ മുഖ്യമന്ത്രി VD സതീശൻ ചരിത്ര പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ആദ്യ യാത്രയിൽ വനിതകൾക്കൊപ്പം ബസ്സിൽ മുഖ്യമന്ത്രിയും സഞ്ചരിക്കും. ബസ്സുകളിൽ പ്രിയദർശിനി സ്റ്റിക്കർ ഒട്ടിക്കുന്നതടക്കമുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ UDF മുന്നോട്ട് വെച്ച 5 ഗ്യാരണ്ടികളിൽ പ്രധാനപ്പെട്ടതായിരുന്നു KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. ഡബിൾ ബെല്ലടിച്ച് പ്രിയദർശിനി ബസ്സുകൾ ഓടിത്തുടങ്ങുമ്പോൾ അത് ഒരു ചരിത്ര നിമിഷമാകും. തിങ്കളാഴ്ച രാവിലെ 8:30 തമ്പാനൂർ ബസ് ടെർമിനലിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് പിന്നാലെ സംസ്ഥാനത്തെ എല്ലാ ഓർഡിനറി ബസ്സുകളിലും സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ യാത്ര ലഭ്യമാകും. ഉദ്ഘാടന സർവീസിൽ ബസ്സിന്റെ ഡ്രൈവറും കണ്ടക്ടറും വനിതകൾ തന്നെ. ഏറ്റവും കൂടുതൽ സാധാരണയായിട്ടുള്ള യാത്രക്കാർ, വനിതാ യാത്രക്കാർ കൂടുതൽ കയറുന്നത് KSRTC-യിൽ ഓർഡിനറി ബസ്സുകളിലാണ്. അതുകൊണ്ട് തന്നെ ഒരു വളരെ ചെറിയൊരു എമൗണ്ടാണ്, 25 രൂപ 30 രൂപ എന്നൊക്കെ പറഞ്ഞാലും ഒരു പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുമ്പോൾ ഒരു 50 രൂപ വരെ ലാഭിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ ഭയങ്കരമായ, ഇപ്പോഴത്തെ ഈ വിലക്കയറ്റത്തിൽ ഭയങ്കരമായ ഒരു ആശ്വാസം നൽകുന്ന ഒരു തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആ ചരിത്രയാത്രയിൽ പങ്കാളികളാകും. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ഓർഡിനറി, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളിൽ 3125 ബസ്സുകളിലാണ് സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും സൗജന്യ യാത്ര. മലബാർ മേഖലയിലെ ബസ്സുകളുടെ കുറവ് വിമർശനമായി ഉയർന്നു വരുന്നുണ്ട്. നൽകിയ വാഗ്ദാനം അതേപോലെ പാലിക്കാനാകുമോ എന്നുള്ളതാണ് കേരളം നോക്കുന്ന പ്രശ്നം. ഇപ്പോൾ ഫലത്തിൽ കേരളത്തിലെ പല പ്രദേശങ്ങളിലും അവിടെയുള്ള സ്ത്രീകൾക്ക് വേറെ വാഹനം പിടിച്ചു പോയി മറ്റ് പ്രദേശങ്ങളിൽ പോയി കയറേണ്ടതായിട്ട് വരും സൗജന്യ യാത്ര വേണമെങ്കിൽ. കാരണം അവിടെ ഈ പറയുന്ന ബസ്സില്ല. ഞങ്ങൾ സ്ത്രീകൾക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളെയും അനുകൂലിക്കുന്നതിലേ എല്ലാ കാലത്തും എടുത്തിട്ടുള്ളൂ. യാത്ര സൗജന്യമാണെങ്കിലും 0 ടിക്കറ്റ് നിർബന്ധമാണ്. ടിക്കറ്റ് എടുക്കാത്തവരിൽ നിന്നും 500 രൂപ പിഴ ഈടാക്കുമെന്ന മുന്നറിയിപ്പും KSRTC നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എന്നാൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പണി കിട്ടും. അക്കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രായവ്യത്യാസമില്ലാതെ എല്ലാ സ്ത്രീകൾക്കും KSRTC ഓർഡിനറി ബസ്സിൽ സൗജന്യ യാത്രയാണ് സർക്കാർ യാഥാർത്ഥ്യമാക്കിയത്. എന്നാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. ബസ്സിൽ കയറിയാൽ പഴയതുപോലെ തന്നെ ടിക്കറ്റ് എടുക്കണം. എന്നാൽ പണം നൽകണ്ട.
ടിക്കറ്റ് എടുത്തില്ലെങ്കിലോ 500 രൂപ പിഴയും നൽകണം. സ്ത്രീകൾക്കൊപ്പം 5നും 11നും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നിർബന്ധമായും പകുതി ടിക്കറ്റ് എടുക്കണം. 12 വയസ്സായ ആൺകുട്ടികളാണെങ്കിൽ ഫുൾ ടിക്കറ്റ് എടുക്കണം. പെൺകുട്ടികൾക്ക് യാത്ര സൗജന്യമാണ്. സ്റ്റോപ്പ്, സംവരണ സീറ്റ്, ട്രാഫിക് നിയമങ്ങൾ എന്നിവ എല്ലാവർക്കും ഒരുപോലെയാണ്. ഗർഭിണികൾ, പ്രായമായവർ എന്നിവരുടെ സീറ്റ് സംവരണവും ലഭിക്കും. ഓർഡിനറി ബസ്സുകളിൽ 0 ടിക്കറ്റ് നൽകിയാകും സൗജന്യ യാത്ര അനുവദിക്കുക. എത്ര പേർ സൗജന്യ യാത്ര ചെയ്തുവെന്നും അതിലൂടെ KSRTCക്ക് എത്ര രൂപ വരുമാന നഷ്ടം ഉണ്ടായെന്നും കണക്കാക്കാൻ വേണ്ടിയാണ് 0 ടിക്കറ്റ് നൽകുന്നത്. സംസ്ഥാനത്ത് 3128 ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്ര. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ ഓർഡിനറി, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, പോയിന്റ് ടു പോയിന്റ് ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ഗ്രാമവണ്ടി എന്നിവയാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ സൗകര്യമുള്ള 7 ബസ് വിഭാഗങ്ങൾ. സ്ത്രീകൾക്ക് സൗജന്യമുള്ള ഓർഡിനറി ബസ്സുകൾ തിരിച്ചറിയുവാൻ പ്രിയദർശിനി സ്റ്റിക്കറും പതിച്ചിട്ടുണ്ടാകും. പ്രതിവർഷം 750 മുതൽ 800 കോടി രൂപയാണ് സർക്കാർ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും സൗജന്യയാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കുക. അമൃത ന്യൂസ്, കോഴിക്കോട്. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് നാളെ മുതലാണ് സൗജന്യ യാത്ര. ഇതിനെതിരെ വ്യത്യസ്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആലുവയിലെ ഒരു ബസ് ഉടമ. പുരുഷന്മാർക്ക് സൗജന്യ ബസ് യാത്ര നൽകിക്കൊണ്ടാണ് പ്രതിഷേധം. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നതിൽ പ്രതിഷേധമുള്ള പുരുഷന്മാർക്ക് ഇങ്ങ് കൊച്ചിയിലേക്ക് പോരാം. ഈ കാണുന്ന സ്വകാര്യ ബസ്സിൽ നാളെ നിങ്ങൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാം. സർക്കാർ തീരുമാനത്തിനെതിരെ വ്യത്യസ്ത പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് പുരുഷന്മാർക്ക് ബസ് ഉടമ സൗജന്യ യാത്ര ഒരുക്കിയിരിക്കുന്നത്. ആലുവ മാഞ്ഞാല് റൂട്ടിലോടുന്ന ലിറ്റിൽ ഫ്ലോർ ബസിന്റെ ഉടമ BO ഡേവിസ് ആണ് പുതിയ സമരമുഖം തുറന്നിരിക്കുന്നത്. KSRTC സൗജന്യ യാത്ര ആരംഭിക്കുന്ന നാളെ ഈ ബസ്സിൽ പുരുഷന്മാർക്ക് പൂർണ്ണമായും സൗജന്യ യാത്ര. മാത്രമല്ല KSRTC ഒഴിവാക്കി ബസ്സിൽ കയറുന്ന സ്ത്രീകൾക്ക് മധുരവും നൽകും. ആരും തന്നെ ഈ ഒരു കാര്യം വളരെ ഗൗരവമായിട്ട് ഇതേവരെ ഒരു ചർച്ചയിൽ പോലും വന്നിട്ടില്ല. കേരളത്തിൽ ഏതാണ്ട് 10,000-ഓളം സ്വകാര്യ ബസ്സുകൾ ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട്. ഈ തിങ്കളാഴ്ച ഈ തീരുമാനം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ അതിൽ നല്ലൊരു ശതമാനം ബസ്സുകളും അവർക്ക് ഡീസൽ അടിക്കാനുള്ള പൈസ പോലും കിട്ടാതെ വലിയ പ്രതിസന്ധി നേരിടും. സ്ത്രീ യാത്രക്കാർ KSRTCയിൽ ഞങ്ങൾ ഇന്നലെ വരെ പോയ ആ ബസ്സിനെ കൈവിടാതെ അവരിതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അവരെ സർവാത്മന നമ്മളവരെ സ്വാഗതം ചെയ്യും. നാളെ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവർക്ക് മധുരം നൽകി, ലഡു, മിഠായി എല്ലാം നൽകി ഞങ്ങൾ അവരെ പ്രത്യേകമായിട്ട് അവരെ അനുമോദിക്കും. കാരണം അവരാണ് റിയൽ ഹീറോ. കാരണം അർഹതയില്ലാത്ത ഒത്തിരി ആളുകൾ ഈ ഇന്ദിരാ ഗ്യാരണ്ടി സൗജന്യം കൊണ്ട് അതിനകത്ത് ഉപയോഗപ്പെടുത്തും. അത് ആണ് നമുക്കുള്ള ഒരു എതിർപ്പ്. ഈ ഞങ്ങളുടേത് ഉൾപ്പെടെയുള്ള ബസ്സുകൾ സർക്കാർ ഏറ്റെടുക്കണം. അതിനകത്ത് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു പരിഹാരം എന്ന നിലയിൽ ഞങ്ങൾക്ക് അതിൻ്റെ കിലോമീറ്റർ അടിസ്ഥാനത്തിലോ അതെല്ലാം സംസ്ഥാന തലത്തിലുള്ള ഒത്തിരി നേതാക്കളുണ്ട്. അവരുമായിട്ടൊരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് നിങ്ങളുടെ സജഷൻ എന്താണെന്ന് ചോദിക്കുക. അതൊക്കെ നിലവിൽ കൊടുത്തിട്ടുണ്ട്, പല വട്ടവും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒന്നുകൂടി ചർച്ച ചെയ്തിട്ട് ഈ മേഖലയെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പൊതുഗതാഗതമാണ് ഇല്ലാണ്ടാവുന്നത്. KSRTC ബസ്സുകളുമായി ഒപ്പത്തിനൊപ്പം പോകുന്ന സ്വകാര്യ ബസ് സർവീസുകളെ സർക്കാർ തീരുമാനം സാരമായി ബാധിക്കുമെന്ന് ഉടമകൾ പറയുന്നു. കൃത്യമായ പരിശോധനകൾ നടത്താതെയാണ് സർക്കാർ തീരുമാനം കൈക്കൊണ്ടതെന്നാണ് ഇവർ കുറ്റപ്പെടുത്തുന്നത്. ഈ സാഹചര്യത്തിൽ ബജറ്റിൽ പ്രത്യേക ഇളവുൾപ്പെടെ ബസ് ഉടമകൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. RSS പരിപാടിയിൽ 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തതിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി VD സതീശൻ. ഇത് കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിന് നിരക്കാത്ത ഗുരുതരമായ വീഴ്ചയാണെന്നും VC-മാർ കേരളത്തോട് മാപ്പ് പറയണമെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടു. RSS പരിപാടിയിൽ പങ്കെടുത്തവർ മാപ്പ് പറയണമെങ്കിൽ ആദ്യം അങ്ങ് തുടങ്ങണമെന്ന് പോസ്റ്റിന് K സുരേന്ദ്രന്റെ കമന്റ്. കേരളത്തിലെ VC-മാർ സംഘപരിവാർ വേദിയിലെത്തിയത് ഗൗരവമുള്ള പ്രശ്നമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനും അഭിപ്രായപ്പെട്ടു. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരം ഉദയ കൺവെൻഷനിൽ നടന്ന പരിപാടിയിലാണ് കേരള MG മലയാളം സർവകലാശാല VC-മാർ പങ്കെടുത്തത്. RSS മേധാവി മോഹൻ ഭാഗവത് ആയിരുന്നു പരിപാടിയുടെ ഉദ്ഘാടകൻ. ഇതിനെതിരെയാണ് മുഖ്യമന്ത്രി VD സതീശൻ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. ഇത് അതീവ ഗൗരവമായി കാണുന്നുവെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. നടപടി കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിനും VC-മാരുടെ അന്തസ്സിനും നിരക്കാത്തതാണ്. VC-മാർ കേരളത്തോട് മാപ്പ് പറയണമെന്നും VD സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചു. സംഭവത്തെ രൂക്ഷമായി വിമർശിച്ച പ്രതിപക്ഷം RSS 100ാം വാർഷികത്തിൽ VC-മാർ സംഘാടകരെ പോലെയാണ് പ്രവർത്തിച്ചതെന്ന് ആരോപിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറയണമെന്ന് MV ഗോവിന്ദൻ. RSSന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയിൽ സംഘാടകരെ പോലെ പ്രവർത്തിച്ച 3 വൈസ് ചാൻസലർമാർ വഴിയുണ്ട്. ഈ 3 പേരും RSS പ്രവർത്തകരെ പോലെ പ്രവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
ഇത് കേരളത്തിലെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ അതിഗൗരവതരമായിട്ട് ബാധിക്കുന്ന പ്രശ്നമാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ UDFും ഇവരെല്ലാം കൃത്യമായി മറുപടി പറയേണ്ടതുണ്ട്. മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമേ പ്രവേശനം അനുവദിച്ചിരുന്നുള്ളൂ. ഡോക്ടർ മോഹൻ കുന്നുമ്മലിന് സംഘപരിവാർ സംഘടനകളുമായുള്ള ബന്ധം നേരത്തെയും വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമാക്കിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. RSS പരിപാടിയിൽ കേരളത്തിലെ വൈസ് ചാൻസലർമാർ പങ്കെടുത്തതിനെതിരെ മുഖ്യമന്ത്രി VD സതീശന്റെ താക്കീതിന് പിന്നാലെ കടുപ്പിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണും. VCമാർ നിഷ്പക്ഷതയുടെ പ്രതീകമാണ്, അവർ രാഷ്ട്രീയ സംഘടനകളുടെ പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് VCമാർ ചെയ്തത്, അവർ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. വൈസ് ചാൻസലർമാർ എന്ന് പറയുന്നത് ഒരു സർവകലാശാലയുടെ അക്കാദമികവും ഭരണപരവുമായിട്ടുള്ള നിഷ്പക്ഷതയുടെ പ്രതീകമാണ്. വൈസ് ചാൻസലർമാർ RSSൻ്റെയോ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയോ ഒക്കെ പരിപാടികളിൽ പങ്കെടുക്കുന്നത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അത് പാടില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. VCമാർ RSS പരിപാടിയിൽ പങ്കെടുത്ത സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷത്തിനുമെതിരെ BJP. VCമാർ പങ്കെടുത്തത് അപരാധമെന്ന് എങ്ങനെ പറയുമെന്ന് V മുരളീധരൻ MLA. പ്രധാനമന്ത്രി അടക്കം പ്രവർത്തിക്കുന്ന സംഘടനയാണ്. RSS ബന്ധമുള്ളതുകൊണ്ട് പ്രധാനമന്ത്രിയെ ഇനി കാണില്ലെന്ന് ഇവർ പറയുമോ എന്നും RSS നിരോധിത സംഘടനയാണോ എന്നും അദ്ദേഹം ചോദിച്ചു. VCമാർക്കെതിരെ സർക്കാർ നിയമ നടപടി സ്വീകരിക്കട്ടെ എന്നും V മുരളീധരൻ പറഞ്ഞു. സമകാലീന രാഷ്ട്രീയ വിഷയങ്ങളിൽ സർക്കാരിനെതിരെ നിശ്ചിതമായ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തിരുവനന്തപുരത്തെ RSS പരിപാടിയിൽ 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തത് ഗൗരവത്തോടെ കാണണമെന്നും ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി KB പ്രദീപിനെ നിയമിച്ചത് ശബരിമല കേസ് അട്ടിമറിക്കാനാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റെടുത്ത ശേഷം ആദ്യമായാണ് പിണറായി വിജയൻ സമകാലീന രാഷ്ട്രീയ വിഷയങ്ങളിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ RSS പിടിമുറക്കുന്നതിന്റെ ഭാഗമായി വേണം RSS പരിപാടിയിൽ വൈസ് ചാൻസലർമാർ പങ്കെടുത്തതിനെ കാണാനെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനെതിരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും പ്രതികരിച്ചില്ല. MG സർവകലാശാലയിൽ വൈസ് ചാൻസലറായി സംഘപരിവാർ അധ്യാപക സംഘടനാ നേതാവിനെ കൊണ്ടുവന്നതിനെയും എതിർത്തില്ല. RSS നിലപാടിനോട് പൂർണ്ണമായും കീഴ്പ്പെടുകയാണ് സർക്കാരെന്നും അദ്ദേഹം പറഞ്ഞു. ഗവർണറുടെ നിലപാട് എന്ന് പറയുന്നത് RSSന് വേണ്ടിയുള്ള നിലപാടാണ്. അപ്പോൾ RSSൻ്റെ നിലപാടിന് മുന്നിലുള്ള പൂർണ്ണമായ കീഴടങ്ങലാണ് ഇവിടെ UDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. മോഹൻ ഭാഗവത് അദ്ദേഹം പങ്കെടുത്ത RSS പരിപാടി കേരളത്തിലെ 3 വൈസ് ചാൻസലർമാർ പോവുകയുണ്ടായി. ഇത് അത്യന്തം ഗൗരവത്തോടെ മതേതര കേരളം കാണുന്നൊരു കാര്യമാണ്. സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായിരുന്ന KB പ്രദീപിനെ ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചത് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അട്ടിമറിക്കാനാണെന്ന് സംശയിക്കുന്നതായും നിയമനം കിട്ടിയ ശേഷം ഇതുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ ഇയാൾ കൈവശപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ആ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനെ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചത് അങ്ങേയറ്റം സംശയാസ്പദമായ നടപടിയായിരുന്നു. സ്വർണ്ണക്കൊള്ളക്കേസ് അട്ടിമറിക്കാൻ അണിയറയിൽ നീക്കങ്ങൾ നടക്കുന്നുവെന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി മാറ്റി നിർത്തിയ അവതാരങ്ങൾ വകുപ്പുകളിൽ കടന്നുകൂടിയോ എന്ന് പരിശോധിക്കണമെന്ന CPI നേതാവ് ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവനയ്ക്കും പിണറായി വിജയൻ മറുപടി നൽകി. CPIയുടെ വകുപ്പുകളിൽ അവതാരങ്ങൾ കടന്നുകൂടിയോ എന്ന് സ്വയം പരിശോധിക്കണമെന്നായിരുന്നു പിണറായി വിജയന്റെ മറുപടി. അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട വകുപ്പുകളിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും അവതാരങ്ങൾ കൂടെ ചുറ്റിപ്പറ്റി നടന്നിരുന്നോ എന്ന് അന്വേഷിക്കലാണ്. അതാണ് ആദ്യം നടത്തേണ്ടത്. വന്യജീവി ആക്രമണമേൽക്കുന്നവരോട് പരിഹാസത്തോടെയും നിരുത്തരവാദപരവുമായ സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. നഷ്ടപരിഹാരം 14 ലക്ഷത്തിൽ നിന്നും 21 ലക്ഷമാക്കണമെന്ന മുൻ LDF സർക്കാരിനോട് ആവശ്യപ്പെട്ട UDF ഇപ്പോൾ അതിന് തയ്യാറാണോ എന്നും അദ്ദേഹം ചോദിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സാങ്കേതിക വിദ്യയുടെ ഉപഭോക്താവ് എന്നതിൽ നിന്ന് ആഗോള പ്രതിസന്ധികൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിൽ ഭാരത് ഇന്നവേറ്റ് സ്റ്റാർട്ടപ്പ് മേള പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിനൊപ്പം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സുസ്ഥിരതയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് ലോകത്തിനു വേണ്ടിയാണ് ഇന്ത്യ പുതിയ കണ്ടെത്തലുകൾ നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പുതിയ ആശയങ്ങൾ, രീതികൾ, ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ സൃഷ്ടിക്കുകയോ നടപ്പിലാക്കുകയോ ചെയ്യുന്നത് ഭാരതത്തിന്റെ DNA-യിലുള്ളതാണ്. ഇന്ത്യയിലെ യുവ മനസ്സുകൾക്ക് യൂറോപ്യൻ വൈദഗ്ധ്യവുമായി കണക്ട് ചെയ്യാനുള്ള വലിയൊരു വേദിയാണ് ഭാരത് ഇന്നോവേറ്റ്സിലൂടെ ലഭിക്കുന്നതെന്ന് മോദി പറഞ്ഞു. ചില ബന്ധങ്ങൾ കേവലം താൽപ്പര്യങ്ങൾക്കപ്പുറം ഒരു പൊതുവായ ദർശനത്താലാണ് നയിക്കപ്പെടുന്നത്.
ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം ഇത്തരത്തിലുള്ള ഒന്നാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. एक ऐसा भारत जो सॉल्यूशंस का कंज्यूमर नहीं, सॉल्यूशंस का कंट्रीब्यूटर बनकर के उभरा है. यहां कोई AI से गांवों का जीवन बदलने के लिए काम कर रहा है, कोई किसानों की मदद के लिए सैटेलाइट टेक्नोलॉजी का इस्तेमाल कर रहा है, कुछ युवा स्मार्ट सिटीज, एडवांस मैन्युफैक्चरिंग और नए मटेरियल से भविष्य का निर्माण कर रहे हैं. AI രംഗത്ത് ലോകത്തെ നയിക്കാനുള്ള ശേഷി ഇന്ത്യക്കുണ്ടെന്ന് ചടങ്ങിൽ സംസാരിച്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രകീർത്തിച്ചു. And India will have a major role in the airspace global summit that will take place in September 2026 in Paris. ഇന്ത്യ, ഫ്രാൻസ് തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖ സ്റ്റാർട്ടപ്പുകളും വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകളും സംഗമത്തിൽ പങ്കാളികളായി. യൂറോപ്യൻ പര്യടനത്തിന്റെ ഭാഗമായി ഫ്രാൻസിലെ നീസിലെത്തിയ നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹം ഊഷ്മള സ്വീകരണമാണ് നൽകിയത്. പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തി. വ്യാപാര, പ്രതിരോധ മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. ഇനി സ്ലോവേക്കിയയാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. മറ്റന്നാൾ വീണ്ടും ഫ്രാൻസിലെത്തുന്ന നരേന്ദ്രമോദി G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുകയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഒമാൻ തീരത്ത് മുങ്ങിത്താഴാൻ തുടങ്ങിയ കപ്പലിൽ നിന്ന് 14 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി US നാവികസേന. രക്ഷപ്പെടുത്തിയവരെ മുംബൈയിലേക്ക് കൊണ്ടുവരുന്നു. വിരാട് 1 എന്ന ചരക്ക് കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. എഞ്ചിൻ തകരാറാണ് അപകട കാരണമെന്നാണ് റിപ്പോർട്ട്. ശനിയാഴ്ച റാസൽഹദിന് കിഴക്ക് 80 നോട്ടിക്കൽ മൈൽ അകലെയാണ് സംഭവം. അമേരിക്കൻ നാവികസേനയാണ് നിർണായക വിവരം ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറിയത്. തുടർന്ന് ഇന്ത്യൻ നാവികസേന രക്ഷാപ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു. അമേരിക്കൻ നാവികസേനയുടെ P-8 മാരിടൈം പട്രോൾ വിമാനം സ്ഥലത്തെത്തി മുങ്ങിക്കൊണ്ടിരുന്ന കപ്പലിലേക്ക് ലൈഫ് റാഫ്റ്റുകൾ ഇട്ട് നൽകി. പരിസരത്തുണ്ടായിരുന്ന ജബൽ അലി എന്ന ചരക്ക് കപ്പലും രക്ഷാദൗത്യത്തിൽ പങ്കാളികളായി. ഒമാനിലെ സോഹാറിൽ നിന്ന് മുംബൈയിലേക്ക് വരികയായിരുന്നു ഈ കപ്പൽ. പശ്ചിമേഷ്യൻ മേഖലയിൽ ഇന്ത്യൻ നാവികരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പുതിയ അപകടം റിപ്പോർട്ട് ചെയ്തത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ലബനിലെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കടുത്ത നിലപാടുമായി ഇറാൻ. സമാധാന ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്ന് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുമായുള്ള സമാധാന കരാർ ഒപ്പിടാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഇറാൻ പ്രതിഷേധം അറിയിച്ചത്. ലബനൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നത് സാധ്യമല്ലെന്നാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ MB ഗാലിബാഫ് അഭിപ്രായപ്പെട്ടത്. അമേരിക്കയ്ക്ക് വാക്കുപാലിക്കാൻ കഴിയുന്നില്ലെന്നും സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുന്ന നിലപാടാണ് ഉണ്ടായതെന്നും ഇറാൻ കുറ്റപ്പെടുത്തി. നേരത്തെ ഇറാൻ US സമാധാന ധാരണ ഇന്ന് ഒപ്പുവെക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു.